സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FE ഇപ്പോൾ ആമസോണിൻ്റെ സെയിലിൽ 26,000 കിട്ടുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ബാങ്ക് ഓഫർ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 25,000 കിട്ടും. അപ്പോൾ ഈ 25,000 സാംസങ് ഗാലക്സി S21 FE മേടിക്കുന്നത് വർത്താണോ അല്ലയോ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബിക്കോസ് ഐ എം എ ലോങ് ടേം യൂസർ ഓഫ് സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് തുടങ്ങാം ഡിസ്പ്ലേ ക്വാളിറ്റീനെ പറ്റിയിട്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് ഫുൾ HD സൂപ്പർ ആംബ്ലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതേസമയത്ത് 120 Hz റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടിമീഡിയ കണ്ടൻസ് ഒക്കെ വല്ലതും കാണുകയാണെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും S21 FE. അതേ സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S23 FE എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് ഗാലക്സി S21 FE ആണ് S23 FEയുടെ കാട്ടും നല്ലത്. ബിക്കോസ് നമുക്ക് S23 FEയിൽ തിക്ക് ബെസൽസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ തിക്ക് ബെസൽസ് ആയതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ചീപ്പായ ഫോണിൻ്റെ ഒരു ഫീലിംഗ് വരും. അതേ സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ നോക്കുകയെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S23 FEയിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അതേ സമയത്ത് എൻ്റെ S21 FEയിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സാംസങ് ഗാലക്സി S21 FE ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറയാന്ന് വെച്ചാൽ രണ്ടിലും സെയിം ആണ്. പക്ഷേ ഈ തിക്ക് ബെസൽസും പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നമുക്ക് S21 FE ആണ് ബെറ്റർ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് S21 FE ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അടുത്ത സ്പീക്കർ ക്വാളിറ്റീനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്. പിന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ചോദിക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ഡീസൻ്റായ സ്പീക്കർ ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ലൗഡ്നെസ് കുറച്ച് കുറവാണ് കമ്പയർഡ് ടു അതേഴ്സ് ഫോൺസ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നെറ്റ്വർക്ക് ക്വാളിറ്റി എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഒന്നാമത് 5G നെറ്റ്വർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. അതേ സമയത്ത് എൻ്റെ അടുത്ത് വേറെ കുറേ ഫോൺസ് ഉണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും എനിക്ക് 5G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. അതൊരു പ്രോബ്ലം. ഓക്കെ, 4G കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ 4Gയുടെ സ്പീഡോ ഈ അപ്ഡേറ്റൊക്കെ വന്നതിന് ശേഷം 4Gയുടെ സ്പീഡും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര സ്ലോ ആണ് ഇതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡ്. എൻ്റെ ഡാറ്റ ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് 6GB ഡാറ്റ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫോണിൽ. എന്നാലും എനിക്ക് എത്ര സ്പീഡാണ് വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. പിന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ സ്ട്രീം ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറാണ് കിട്ടുന്നത്. അതേമാതിരി UFS 3.1 സ്റ്റോറേജാണ് കിട്ടുന്നത്. പിന്നെ 8GB റാമാണ് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് One UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫോണിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ അതേമാതിരി ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ലാഗോ സ്റ്റട്ടറോ ഒന്നും കാണാൻ കിട്ടില്ല. പക്ഷേ One UI 6.1 അപ്ഡേറ്റ് വരുന്നതിൻ്റെ മുമ്പേ ഇതിൽ നല്ല ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലാഗും ഒന്നും കാണാൻ കിട്ടില്ല. പിന്നെ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഒരിക്കലും സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കില്ല. സാംസങ് ഒരിക്കലും ഗെയിമിംഗ് ഡിവൈസ് ഇറക്കാറില്ല. നമുക്ക് ഗെയിമിംഗ് ഡിവൈസ് വേണമെങ്കിൽ പൊക്കോൻ്റെ ഫോൺ മേടിക്കുക, അല്ലെങ്കിൽ ഐക്യൂൻ്റെ ഫോൺ മേടിക്കുക. പിന്നെ ഗെയിംസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് BGMI ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഒരു പവർ ഹംഗ്രി പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് സ്നാപ്ഡ്രാഗൺ 888. പെട്ടെന്ന് ചൂടാവും. ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ കളിക്കുമ്പോൾ നന്നായിട്ട് ചൂടാവും. അപ്പോൾ ഗെയിമിൽ നന്നായിട്ട് ലാഗൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഗെയിമിങ് എക്സ്പീരിയൻസ് അത്ര നല്ലതാവില്ല. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കലും മേടിക്കേണ്ട. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, ഇപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലത്ത് നമുക്ക് അത്ര ചൂടൊന്നും തോന്നില്ല ഫോണിൽ. പക്ഷേ ഇൻ സമ്മർ സീസൺ ഫോൺ നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ ഈ ഫോൺ നന്നായിട്ട് വാമാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാമാവേണ്ട കാരണം ഇവിടെ ബാറ്ററി ഡ്രെയിനും ഉണ്ടാവും. അത് ഞാൻ ബാറ്ററിയുടെ സെക്ഷനിൽ പറയാം. നിങ്ങളൊരു ക്യാഷ്വൽ യൂസർ ആണെങ്കിൽ മാത്രം ഈ ഫോണിൻ്റെ കൂടെ പോവുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് OnePlus Nord 4ൻ്റെ കൂടെ പോവുക. നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെയാണ് പ്രയോറിറ്റി ആണെങ്കിൽ OnePlus Nord 4ൻ്റെ കൂടെ പോവുക. ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഡീസൻ്റായ പെർഫോമൻസ് ആണ് കിട്ടുന്നത് S21 FEയിൽ. ഇനിയിപ്പോൾ അടുത്ത ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു 25,000 ആ പ്രൈസ് റേഞ്ചിൽ നമ്മൾ ജഡ്ജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡീസൻ്റ് ആണ്. പക്ഷേ
ഈ ഫോൺ ലോഞ്ചായപ്പോൾ 50,000 ഈ ഫോൺ ലോഞ്ചായത്. ആ സമയത്ത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസായിട്ട് ഇത് കമ്പീറ്റ് ചെയ്തിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നന്നായിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് 25,000 വെച്ച് ജഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് അത്ര ഇമ്പ്രസീവ് അല്ല. ഇപ്പം നിങ്ങൾ നല്ല വെൽ ലൈറ്റ് കണ്ടീഷൻസിൽ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ നല്ല പോർട്രേറ്റ് ഫോട്ടോസാണ് ഇത് എടുത്തു തരുന്നത്. അതേസമയത്ത് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് കുറച്ച് ഡൗൺ ഗ്രേഡ് കാണാൻ കിട്ടുന്നുണ്ട്. അത്ര ഷാർപ്പായ ഇമേജസ് അല്ല എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് അത്യാവശ്യം നല്ല സെൽഫീസ് എടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം 25,000 അത്യാവശ്യം ഡീസൻ്റായ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം ഡീസൻ്റാണ്. ഇപ്പോൾ അടുത്ത വീഡിയോ ക്വാളിറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ വീഡിയോ ക്വാളിറ്റി ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഫോണിലും എത്ര നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അത്രയും നല്ല വീഡിയോസാണ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇതിൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 4K വീഡിയോസ് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഫോൺ യു ഷുഡ് ഗോ ഫോർ. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിക്കോസ് നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് മെയ്ഡ് ബൈ സാംസങ്. അപ്പോൾ ഇത് നല്ല പവർ ഹംഗ്രിയായ പ്രോസസ്സറാണ്. അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് ഹെവി ടാസ്കൊക്കെ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ചൂട് കാലത്തൊക്കെ നമ്മൾ ഈ ഫോൺ നോർമൽ ടാസ്കൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചൂടാവുമ്പോൾ ഇതിൻ്റെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഒരു നല്ല ഹെവി യൂസറാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് 70% വൈഫൈയിലായിരിക്കും, 30% മൊബൈൽ ഡാറ്റയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യൂസേജ്. എനിക്ക് 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പറയാന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. എല്ലാവർക്കും വേറെ സ്ക്രീൻ ഓൺ ടൈം ആവും വരിക. ഫോർ എക്സാമ്പിൾ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ജിയോൻ്റെ സിമ്മോ അല്ലെങ്കിൽ എയർടെലിൻ്റെ സിമ്മോ 5Gയിലോ 4Gയിലോ ഒക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ക്യാഷ്വൽ യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 2 ആണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് നിങ്ങൾ വൈഫൈയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാവിലെ 7 മണിക്ക് ഫുൾ ചാർജ് ആക്കി എടുത്തു കഴിഞ്ഞാൽ രാത്രി 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചാർജ് കയറ്റേണ്ടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. അപ്പോൾ ബാറ്ററി ലൈഫ് കുറച്ച് കോംപ്രമൈസ്ഡ് ആണ് സാംസങ് ഗാലക്സി S21 FEയിൽ. പിന്നെ ചാർജിങ് സ്പീഡ് നോക്കാന്ന് വെച്ചാൽ ചാർജിങ് സ്പീഡും ഭയങ്കര സ്ലോ ആണ്. ഇതിൻ്റെ 25 watt ചാർജർ വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ 2% to 100% ആവാൻ വേണ്ടിയിട്ട് ഒരു 1 hour 40 minutes പിടിക്കുന്നുണ്ട്. ഭയങ്കര സ്ലോ ചാർജിങ് ആണ്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജറും കിട്ടണില്ല. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 1 വർഷം കൂടിയും കിട്ടും. പിന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് 2 വർഷം കൂടി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ് ഇതിൽ കിട്ടാൻ പോകില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതേ സമയത്ത് നമുക്ക് വേറെ കുറേ ഫോണുകളുണ്ട്, ആ ഫോണിൻ്റെ കൂടെ പോവുക. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ കൺക്ലൂഷൻ പറയാന്ന് വെച്ചാൽ ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 25,000 എനിക്ക് ഡീസൻ്റായ ഫോണാണ് തോന്നണത്. പക്ഷേ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഇനി 1 വർഷം കൂടിയേ കിട്ടുള്ളൂ. പിന്നെ 2 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടും. പിന്നെ ക്യാമറ ഡീസൻ്റാണ്. പിന്നെ ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണ്. നമുക്ക് ഒരു ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഫോണിൽ കിട്ടില്ല. പിന്നെ നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇത് സാംസങ് ഗാലക്സി S21 FEയുടെ. അപ്പോൾ നിങ്ങളുടെ കാശാണ്, നിങ്ങൾ കുറച്ചുകൂടി റിവ്യൂസൊക്കെ പോയി കാണുക, ലോങ് ടേം റിവ്യൂസൊക്കെ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കൂടി എങ്ങനെയാണെന്ന് അത് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക 25,000 ഇത് മേടിക്കണോ മേടിക്കേണ്ടതെന്ന്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വല്ലതും യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്